ഇന്ന് നമുക്കൊരു എരിശ്ശേരി തയ്യാറാക്കാം. അതിനായി ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഒരു കഷ്ണം ചേന, ഒരു കപ്പ് വൻപയർ എന്നിവ എടുക്കുക. വൻപയർ 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക. 3 വിസിൽ കേൾക്കുമ്പോൾ നന്നായി വെന്ത് കിട്ടും. അതിനുശേഷം അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 3-4 അല്ലി വെളുത്തുള്ളി ഇവ അരച്ച് വയ്ക്കുക. ഒരു കുക്കറിൽ വെള്ളമൊഴിച്ച് അതിൽ മത്തങ്ങയും ചേനയും വേവിക്കാൻ വയ്ക്കുക. ഒരു ഉരുളിയിൽ കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് ഇളക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് വറക്കുക. തേങ്ങ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. തീ ഓഫ് ചെയ്യുക. മുളക് പൊടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. അതിനുശേഷം മത്തങ്ങയും ചേനയും ആ ഉരുളിയിൽ തന്നെ ഒഴിക്കുക. അതിലേക്ക് പയറും ഇടുക. പയറും ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് മത്തങ്ങയും ചേനയും നന്നായി ഉടയ്ക്കുക. അപ്പോൾ അത് നന്നായി തിളച്ച് വരുമ്പോൾ 2 ടീസ്പൂൺ ഉപ്പിടുക. അതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങ കൂടെ ചേർക്കുക. സ്വാദിഷ്ടമായ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഈ എരിശ്ശേരി വളരെ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും സ്വാദിഷ്ടമായ എരിശ്ശേരി തയ്യാറാക്കി നോക്കുക.